അബ്ദുൾ റഷീദ്, ഇപ്പോൾ നേരത്തെ ശ്രീ എം.ആർ. അഭിലാഷ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. ഈ ജാമ്യമില്ലാ വകുപ്പുകൾ എന്ന് ചുമത്തി എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവകാശവാദം. അതിൽ ആദ്യഘട്ടം കോടതിയിലേക്ക് പോകുമ്പോൾ കൃത്യമായൊരു റിപ്പോർട്ട് അതിവേഗം ബഹുദൂരം SIT മുന്നോട്ട്, സർക്കാർ പറഞ്ഞ 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രിക്ക്, കോടതിയിലേക്ക് പോകുന്നു, ഗൺമാന്മാർക്ക് പൂട്ടുവീഴുന്നു എന്നുള്ള പ്രതീതിയൊക്കെ ഉണ്ടായി നിൽക്കുമ്പോഴാണ് വലിയ അഭിമാനത്തോടു കൂടിയും ആത്മഹർഷത്തോടും കൂടി UDF അണികൾ കയ്യടികളോടുകൂടി ഈ തീരുമാനത്തെയൊക്കെ സ്വീകരിച്ചു നിൽക്കുമ്പോഴാണ് കോടതിയിൽ നിന്ന് കണക്കിന് കേൾക്കുന്നത് SIT മേധാവി അടക്കം. അവിടെ നിന്ന് ഇപ്പോൾ എം.ആർ. അഭിലാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ വേണമെങ്കിൽ ക്രൈംബ്രാഞ്ചിന് വിവേചനാധികാര പ്രകാരം ജാമ്യമൊക്കെ കൊടുത്തുവിടാൻ കഴിയുന്ന വകുപ്പുകളെ ഉള്ളൂവെങ്കിൽ ശൗര്യം പോരെന്ന് പറയേണ്ടി വരുമോ? അതല്ല, ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ ഒരു ജംഗിൾ രാജായിരുന്നു. അത് മാറി പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് സ്വാഭാവികമായും കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയം, ഒരു കേസ്, ആ കേസിനകത്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകൃതമായി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്വാഭാവികമായും ഇത് മുട്ടിലിരുന്ന് എഴുതി കൊടുക്കേണ്ടതല്ലോ, അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവർ സമർപ്പിച്ചിരിക്കുന്ന ജാമ്യാപേക്ഷയിൽ സ്വാഭാവികമായും ഈ കേസ് ബെയിലബിൾ ഒഫൻസ് മാത്രമേ ഉള്ളൂ, ഇവർക്ക് ജാമ്യം കൊടുത്തുകൂടെ എന്നുള്ള ഒരു നിലപാടെടുത്തപ്പോൾ പറയുന്നത്, ഇതിനകത്ത് SIT റിപ്പോർട്ട് കൊടുക്കുന്നത് അതല്ല, ഇതിനകത്ത് ഇവരുടെ മുറിവ്, ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. അത് ഈ പറയുന്നത് പോലെ ക്രൈംബ്രാഞ്ച് നേതൃത്വം നൽകിയ അന്വേഷണത്തിൽ ഈ പറയുന്നത് പോലെ ഇത് പരിഗണിച്ചിട്ടില്ല. അതല്ലെങ്കിൽ അന്നത്തെ അന്വേഷണ സംഘം ഇത് പരിഗണിച്ചിട്ടില്ല. സ്വാഭാവികമായും ഇത് പരിഗണിക്കപ്പെടേണ്ടതാണ്. ഇതൊരു ക്രൂരമായ കുറ്റകൃത്യമാണ്. അപ്പോൾ സ്വാഭാവികമായും AD തോമസിന്റെ തലയിലുണ്ടായിരുന്ന മുറിവ് അത് ആഴത്തിലുള്ളതാണ്. അത് ഈ പറയുന്നത് പോലെ മരണം സംഭവിക്കാൻ കാരണമാകുന്നതാണ്. പക്ഷേ നിങ്ങളുടെ സർക്കാരാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്, നിങ്ങളുടെ സർക്കാരാണ് SIT രൂപീകരിച്ചത്, 15 ദിവസത്തെ സമയം SITക്ക് കൊടുക്കുന്നു, അവർ അതിനു മുൻപേ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അത് കോടതിയിലേക്ക് എത്തുന്നത് ഈ തീരുമാനങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ്. കോടതി പറഞ്ഞിട്ടില്ല മുട്ടിലിരുന്ന് എഴുതിക്കൊണ്ടുവന്ന മണിക്കൂറിനുള്ളിൽ കൊടുക്കാൻ. ഇപ്പൊ കോടതിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് അനുസൃതമായ രേഖകൾ ഉണ്ടാകണം. വാർത്ത പോരാ എന്ന് ജഡ്ജിയെ കൊണ്ട് പറയിപ്പിച്ചത് അന്വേഷണ സംഘമാണ്. അല്ല, സ്വാഭാവികമായിട്ട് അന്വേഷണ സംഘത്തിന്, ഞാൻ പറഞ്ഞില്ലേ മാധു, നമ്മൾ ഇതിനകത്ത് അന്വേഷണം കൃത്യമായും ഈ വിഷയം ഇനി ഒരിക്കലും കേരളത്തിനകത്ത് ഇങ്ങനെ ഇനി ആർക്കായാലും, അത് യൂത്ത് കോൺഗ്രസ് അല്ലാന്നേ, അത് KSU അല്ലാന്നേ, ആർക്കായാലും സമരം ചെയ്യാനുള്ള അവകാശം ഈ നാടിനകത്തുണ്ട്. നിയമവ്യവസ്ഥിതിക്ക് അകത്ത് നിന്നുകൊണ്ട് അത് മനുഷ്യന്റെ അവകാശമാണ്. അപ്പൊ സ്വാഭാവികമായും അങ്ങനെ സമരം ചെയ്യുന്നവർക്ക് നേരെ ഇനിയൊരു ഘട്ടത്തിലും ഒരു പോലീസുകാരനും തലക്കടിച്ച് കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കരുത്, അല്ലെങ്കിൽ നിയമവിരുദ്ധ പ്രവർത്തിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി മാതൃകാപരമായി ഇവരെ ശിക്ഷിക്കണമെന്നുള്ള നിലപാടിന്റെ അകത്ത് തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ഒരു എന്താ പറയുക, മടിയുമില്ലാതെ നീതി നടപ്പിലാക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥനാണ് തെളിയിച്ചൊരു ടീം. ഞാൻ പറഞ്ഞു വന്നത്, അവര് കൃത്യമായി കൊടുത്തിരിക്കും. അതുകൊണ്ട് യജമാനനെ തൃപ്തിപ്പെടുത്തുന്ന വേട്ടനായ്ക്കളെ പോലെ ആളുകളെ എന്താ പറയുക, അങ്ങനെ കൊല്ലാനിറങ്ങിയ, ഞാൻ നേരത്തെ പറഞ്ഞ ഭാഷ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, അഭിനവ റിപ്പർ ചന്ദ്രന്മാരായി മാറിയ ഈ സുരക്ഷാ സംഘത്തിലെ 5 പേരെയും ഇവർ കേരളത്തിന്റെ പോലീസിനകത്ത് നല്ല കേരളത്തിന്റെ പൊതുമനസ്സിന്റെ മുന്നിൽ തന്നെ ഇവിടെ നാട്ടിൽ ജീവിക്കാൻ അർഹരല്ല, അല്ലെങ്കിൽ ഒരു സാമൂഹിക വ്യവസ്ഥയിൽ പോലും ഇവരെ നിർത്താൻ കഴിയില്ല എന്ന ബോധ്യത്തിൽ ഇവർ അർഹിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഇവർക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് സ്പെഷ്യൽ SIT. സ്വാഭാവികമായും അതിന്റെ കാലതാമസവും അതിന്റെ സമയവും അതിന്റെ സാങ്കേതികത്വവും ഉണ്ട്. അതുകൊണ്ട് വാർത്തകൾക്ക് വേണ്ടിയല്ല ഇവിടെ ഈ ഗവൺമെന്റ് ഈ SIT-യെ വെച്ചിരിക്കുന്നത്. കോടതിയാണ് സമയം തീരുമാനിച്ചത്, ഈ സർക്കാരാണ് സമയം തീരുമാനിച്ചതും അത് പര്യാപ്തമാണ്. അതിനു മുമ്പ് ഞങ്ങൾ ഇതുമായി മുന്നോട്ട് പോകുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചത് ഈ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം രൂപം കൊണ്ട SIT ആണ്. നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുള്ള അന്വേഷണ സംഘമാണ്. അപ്പോൾ വാർത്ത മതിയോ അതോ തെളിവുകൾ വേണമോ? കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനുണ്ടെങ്കിൽ DGPയുടെ യോഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഹാജരാകാതിരിക്കുന്ന സാഹചര്യം മതിയോ എന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. കാരണം നിങ്ങളുടെ മാത്രം തീരുമാനത്തിന്റെ മേൽ ഉണ്ടായ തുടരന്വേഷണമാണ് ഇത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടായാൽ മതി. ഞാൻ വരാം അങ്ങിലേക്ക്. ശ്രീ PT തുഫൈൽ, അങ്ങനെയല്ല മാധു, അങ്ങനെ വിശേഷിപ്പിക്കരുത്. അങ്ങനെയല്ല അതിനകത്ത് അങ്ങനെ വിശേഷിപ്പിക്കരുത്. ഇത് ലോകം മുഴുവൻ കണ്ട മനസാക്ഷിയെ മരവിപ്പിക്കുന്ന, നമ്മൾ ഈ പറയുന്നത് പോലെ ഈ സർക്കാർ അധികാരത്തിൽ ഉള്ളപ്പോഴല്ല, UDF സർക്കാർ അധികാരത്തിൽ ഉള്ളപ്പോഴല്ല ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിരന്തരം ഇത് തെറ്റാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോഴാണ്.
അപ്പൊ അതിലൊന്നും തർക്കമില്ല. ആ ദൃശ്യങ്ങൾ വേദനിപ്പിക്കുന്നതു തന്നെയായിരുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല. അതിൽ നിങ്ങൾ എടുക്കുന്ന എഫോർട്ട് കോടതിയിലേക്ക് ചെല്ലുന്നുണ്ടോ എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. അതിൽ അങ്ങേക്ക് സംശയമുണ്ടോ? തീർച്ചയായും അതിൽ ശിക്ഷിക്കപ്പെടണമെന്ന് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്, ശിക്ഷിക്കപ്പെടണം, പരമാവധി ശിക്ഷ. അതിനകത്ത് പിണറായി വിജയന്റെ ഗൺമാനായിരുന്ന അനിൽകുമാർ ഉൾപ്പെടെയുള്ള, സന്ദീപ് ഉൾപ്പെടെയുള്ള ഈ 5 പേർക്കും പരമാവധി ഇവർ മാത്രമല്ല, ഇതിന്റെ കോൺസ്പിറസി ഇതിവിടെ അവസാനിക്കുന്ന കരുതണ്ട. ഈ കോൺസ്പിറസി അജിത് കുമാറിലേക്ക്, പി ശശിയിലേക്ക്, ഇത് ചന്ദനം മണക്കുമെന്ന് പറഞ്ഞതുപോലെ വാടിക്കൽ രാമകൃഷ്ണനെ മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ സഖാവ് പിണറായി വിജയൻ, ആ പിണറായി വിജയൻ സ്വാഭാവികമായും ഇവർക്ക് എവിടെ നിന്നാണ് ഇൻസ്പിറേഷൻ, ഈ ആവേശം കിട്ടിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഈ ഊർജ്ജം കിട്ടിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രേരണ കിട്ടിയിട്ടുണ്ടാവുക എന്നുള്ളത് കേരളത്തിന്റെ പൊതുമനസാക്ഷിക്ക് ബോധ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഇതിനകത്ത് ഒരു ഹയർ ലെവൽ കോൺസ്പിറസി, ഇതിനകത്ത് പോലീസ് റിപ്പോർട്ട് ഉൾപ്പെടെ, ഇതിനകത്ത് സാക്ഷികളായ പോലീസുകാരുടെ മൊഴി തിരുത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കകത്ത് ആരുടെ ബുദ്ധി കേന്ദ്രമാണെന്ന് അരിഹാരം കഴിക്കുന്ന മുഴുവൻ മലയാളികൾക്കും അറിയാം. സ്വാഭാവികമായും അതിനകത്ത് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ, അന്ന് ആഭ്യന്തര വകുപ്പ് പോലീസിനെ ഇരുട്ടത്ത് നിർത്തി ഭരിച്ച പി ശശി ഉൾപ്പെടെ ഇവരിലേക്കൊക്കെ അന്വേഷണം എത്തണം. സ്വാഭാവികമായും അതിനുവേണ്ടിയുള്ള തെളിവ് ശേഖരണത്തിന് പോലീസ് സ്വാഭാവികമായി ന്യായമായ സമയമെടുത്ത്, ഞങ്ങൾ അങ്ങനെയാണ് കരുതുന്നത്. ഇപ്പൊ ഈ അന്വേഷണത്തിൽ ഇടപെടുന്ന ആളുകളൊന്നും അല്ല നമ്മളാരും. പക്ഷെ നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഈ അന്വേഷണ സംഘം, ഈ ഓരോ സർക്കാരും ഓരോ രാഷ്ട്രീയ പാർട്ടിയും അധികാരത്തിൽ വരുമ്പോൾ അവരുടെയൊക്കെ പോലീസ് ചരിത്രം പേറിയാണ് പോലീസ് ഇടപെടുന്നത് എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഈ കഴിഞ്ഞ കാലത്ത് ഈ വിവാദം തന്നെ വന്നപ്പോൾ, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം SIT രൂപീകരിച്ചപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിന്റെ ഭരണം ആരുടേതായിരുന്നു എന്നുള്ളതായിരുന്നു ഇടതുപക്ഷത്തിന്റെ ചോദ്യം. ഞാനിതൊന്നും പറയാൻ ബാധ്യതപ്പെട്ട ആളല്ല. അവർക്ക് ചർച്ചയ്ക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ അവരെ പ്രതിരോധിക്കേണ്ട ആവശ്യവും എനിക്കില്ല. പക്ഷെ അങ്ങനെ ഒരു ആരോപണം നിങ്ങളും നേരിട്ടു എന്ന് പറയേണ്ട ബാധ്യത എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ആരോപണം ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളും നേരിട്ടു എന്നാണ് പറയുന്നത്. ഇപ്പൊ ചരിത്രം തികഞ്ഞു പോയാൽ പോലീസിനെ മര്യാദയ്ക്ക് ഉപയോഗിച്ച കാര്യത്തിലും പോലീസിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ചതിന്റെ കാര്യത്തിലും കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും പിന്നോട്ടല്ല. ഡിബേറ്റ് വിത്ത് മാധു സജി.